إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ഉറ്റാലോചന എന്നെന്നും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നിത്യമായി ചെയ്യുന്ന നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിങ്കൽ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ഖുശൂഅോടുകൂടി ഭക്തിയോടെ നിസ്കരിക്കുക എന്നുള്ളത്. പുരുഷന്മാരെ നാം പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത ലൽ മുഅ്മിനീന കിതാബും മൗഖൂത. നിസ്കാരം നമുക്ക് നിർണയിക്കപ്പെട്ടത് സമയബന്ധിതമായിട്ടാണ്. നമ്മുടെ ഇഷ്ടാനുസരണമല്ല, നമുക്ക് എങ്ങനെങ്കിലും നിസ്കരിച്ചെങ്ങനെ കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിൻ്റെതായ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം നിശ്ചയിക്കപ്പെട്ട രീതിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഫൈൻ താബു വഅഖാമു സ്വലാത വആതു സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ ഫനുഫസ്സിലു ആയാതി ലിഖൗമി യഅലമൂൻ. ഫൈൻ താബു, ഇനി അവർ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ, വഅഖാമു സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുകയാണെങ്കിൽ, ആ സമയബന്ധിതമായി അവർ നിസ്കരിക്കുകയാണെങ്കിൽ, വആതു സകാ, അവർ സകാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ദീനീ സഹോദരങ്ങളാണ്. അപ്പൊ നമ്മുടെ സഹോദരനാണ് ഒരാൾ ദീനിയായി. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താ? അദ്ദേഹം നിസ്കരിക്കുന്ന ആളാണ്. 5 നേരം സമയബന്ധിതമായി നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹം മുൻകഴിഞ്ഞ ശിർക്കൻ വിശ്വാസങ്ങളൊക്കെ വെടിഞ്ഞ് പശ്ചാത്തപിച്ച ആളായിരുന്നു. നിസ്കാരം നിലനിർത്തുന്ന ആളാണ്, സകാത്ത് കൊടുക്കുന്ന ആളാണ്. എങ്കിൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അദ്ദേഹം നിങ്ങളുടെ സഹോദരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വനുഫസ്സിലു ആയാതി ലിഖൗമി യഅലമൂൻ, കാര്യം ഗ്രഹിക്കുന്ന ജനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ആയാത്തുകൾ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ പരിഗണിക്കുവാൻ അർഹനാരാണ്? നിസ്കാരം സമയബന്ധിതമായി നിസ്കരിക്കുന്നവരാണ്. ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരാളെ ഉമ്മത്തിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. നമ്മുടെ സംഘടനയിൽ പെടാത്ത ആളാന്ന് വിചാരിച്ചിട്ട് അയാൾ ഉമ്മത്തിൽ പുറത്താക്കുക, സലാം ചെല്ലാതിരിക്കുക, മടക്കാതിരിക്കുക, അതൊന്നല്ല. അയാൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. ഈ ഉമ്മത്തിൽ നിങ്ങളുടെ സഹോദരനാണ്, ദീനീ സഹോദരനാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അഖദല്ലദീ ബൈനനാ വബൈനകുമുസ് സ്വലാത്ത ഫമൻ തറക ഫഖദ് കഫർ. നമുക്കും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. ആരാണത് ഉപേക്ഷിക്കുന്നത്? അവൻ സത്യനിഷേധിയായിരിക്കുന്നു. നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് സത്യനിഷേധി. നമുക്കും അവർക്കിടയിലുള്ള വ്യത്യാസം എന്താണ്? അത് നിസ്കാരം. അത് ഉപേക്ഷിക്കുന്നവനാരാണ്? അവർ കാഫിറാണ്. ആരാ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കസ് സലാത്ത്. ഒരു വ്യക്തിയുടെ ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ കുഫറിലേക്കും ഷിർക്കിലേക്കും പോകാൻ അത്രമാത്രം സാധ്യതയുള്ളവനാണ്. സഹോദരന്മാർ, അത് ചില്ലറ വിഷയമല്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫജ്ർ നിസ്കാരം ഇപ്പോൾ സമയം എപ്പോഴാണ്? എപ്പോഴാണ്? പള്ളിയിൽ നിന്ന് ജമാഅത്ത് ഒരു 5:10 സുബി. 5:10, 5:14, 5:15 അങ്ങനെയാണ് സുബി നിസ്കാരത്തിന്റെ സമയം. ഒരു 4:50 സുബിയിലെ ബാങ്ക് കൊടുക്കുന്നത്. നമ്മുടെ ഫജ്റിന്റെ സമയം എപ്പോഴാണ്? ഞാൻ എന്നോടും നിങ്ങളോട് ചോദിക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹു വ ഖാദിഊൻ വഇദാ ഖാമൂ ഇലസ്സലാത്ത് وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا إن المنافقين കപടന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, കപട വിശ്വാസികൾ, ഈ ഉമ്മത്തിൽപ്പെട്ട കാപട്യം കാണിക്കുന്ന ആൾക്കാർ. യുഖാദിഊനല്ലാഹ്, അവർ അല്ലാഹുവിനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. വഹുവ ഖാദിഊഹും, അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. നിസ്കാരത്തിൽ അവർ നിന്നാൽ കാമു കുസാല, അവർ മടിയന്മാരായിട്ട് നിൽക്കുന്നത്. ഫജറിന് എഴുന്നേൽക്കണം, ഒരു മടിയന്മാരായി ഒരു 6:45, 6:30 മണിക്ക്, 6:15 അങ്ങനെ എഴുന്നേൽക്കാം. മടിയന്മാരായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അവർ അല്പമല്ലാതെ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ആദി സിഫത്തുൽ മുനാഫിഖീന ഫീ അശ്റഫിൽ അഅമാലി വഅഫ്ളലിഹാ വഖൈരിഹാ വഹിയസ് സലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുനാഫിക്കിന്റെ അടയാളമായ അഅമാലുകളിൽ വെച്ച്, പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഉദാഹരണം ഉദാഹരിക്കുന്നത് നിസ്കാരത്തെയാണ്. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരായി നിൽക്കും. അവർക്കൊരു നിയ്യത്തും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്ന ആത്യന്തികമായ തേട്ടൊന്നും ഉണ്ടാവുകയില്ല. വലാ ഈമാന ലഹും ബിഹാ വലാ ഖശിയ, ഈമാനില്ല, ഭയഭക്തിയുമില്ല. നിസ്കാരം അതുണ്ട്, പക്ഷെ എങ്ങനെയോ ഒരു യാന്ത്രികമായിട്ട്. ഭയഭക്തിയില്ല, ഈമാനില്ല, നീയത്തില്ല. അങ്ങനെയുള്ള നിസ്കാരത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ അടയാളമായി കൊണ്ടുവരുന്നത് എന്നത് വലിയ വിഷയമാണെന്നാണ് സഹോദരന്മാർ. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെക്കുള്ള സഹായം തേടണം. എങ്ങനെ സഹായം തേടണം? നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെക്കുള്ള സഹായം തേടണം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ സഹായം തേടണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുണ്ട്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് വിളിക്കണ്ട. ബൽ അഹിയാകും വലാകിൻ ലാ തശ്കുറൂൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷെ നിങ്ങൾ ബോധവാന്മാരല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കും. നിങ്ങളുടെ ആരോഗ്യാവസ്ഥ കൊണ്ട്, നിങ്ങളുടെ രോഗം കൊണ്ട്, നിങ്ങളുടെ സമ്പത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്, നിങ്ങൾക്കുള്ള ഭയം കൊണ്ട്, പല രൂപത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമാശീലർക്ക് തന്നെയാണ് സന്തോഷ വാർത്തയുള്ളത്. അപ്പൊ ഇവിടെ ക്ഷമിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നിസ്കാരത്തിലൊരു ക്ഷമയുണ്ട്. ക്ഷമയിൽ എന്തുണ്ട്? നിസ്കാരമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തുടർന്ന് ആഴ്ത്തി പറഞ്ഞത്,
ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും ബാധിച്ചാൽ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരാണ്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ട്, അവനിൽ നിന്നുള്ള കാരുണ്യമുണ്ട്, അനുഗ്രഹാശിസ്സുകളുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. സഹോദരന്മാരെ, സന്മാർഗം പ്രാപിച്ചവരുടെ ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ മുകളിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിലേക്കുള്ള സഹായം തേടണം എന്നാണ്. സഹോദരന്മാരെ, നമുക്ക് ക്ഷമ വരുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം നമ്മളെ ക്ഷമിപ്പിക്കുന്നവരായി തീർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രയാസങ്ങളിൽ നിസ്കാരം നമുക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ? നമ്മുടെ സ്വഭാവങ്ങളിലോ നമ്മുടെ പെരുമാറ്റങ്ങളിലോ നമ്മുടെ ഇടപാടുകളിലോ നമ്മുടെ ക്രയവിക്രയങ്ങളിലോ നമ്മുടെ മറ്റേതെങ്കിലും മര്യാദകളിലോ നിസ്കാരം നമ്മളെ ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ നമുക്ക് വരുത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം കൊണ്ടൊരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അഅമാലുകളിൽ അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അടിമകളെ വിചാരണ ചെയ്യുന്നത് മിൻ അമലിഹി സലാത്തുഹു. അവന്റെ അമലുകളിൽ അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ആദ്യമായി വിചാരണ ചെയ്യുന്നത് എന്താണ്? അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. അതിൽ വിജയിച്ചാൽ അവൻ എല്ലാ കാര്യത്തിലും വിജയിച്ചു. അതിൽ പരാജയപ്പെട്ടാൽ അവൻ നഷ്ടക്കാരനായി മാറി. നിസ്കാരത്തെ കുറിച്ചാണ് വിചാരണ ചെയ്തത്. നിസ്കാരക്കാരനാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാരിലേക്ക് തിരിഞ്ഞ് അവന് നിസ്കാരത്തെ കുറിച്ച് നോക്കുകയാണ്. അതിൽ അവന് വിജയിച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളും വിജയിച്ചു. അതിൽ പരാജയപ്പെട്ടാൽ അവന്റെ സകല കാര്യങ്ങളും പരാജയപ്പെട്ടു എന്നാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ ഈമാൻ എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ബൈത്തുൽ മുഖദ്ദിസിലെ ആദ്യകാല മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നല്ലോ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. അവരെ കുറിച്ച് സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, കൈഫ ബി ഇഖ്വാനിന അല്ലദീന മാതു വഹും യുസല്ലൂന ഇലാ ബൈത്തുൽ മുഖദ്ദിസ്. ബൈത്തുൽ മുഖദ്ദിസിലേക്ക് നിസ്കരിച്ച് മരിച്ചുപോയ നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ എന്താണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വമാ കാന ലിയുളിയ ഈമാനുക്കും. അവരുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തുകയില്ല. ചോദ്യം എന്താണ്? നിസ്കാരത്തെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് എന്താണ്? അവരുടെ ഈമാനിനെ പറ്റിയാണ്. അവരുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിസ്കാരത്തെ വളരെ ഗൗരവ ബുദ്ധിയെ നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന് കൃത്യസമയം നിസ്കരിക്കേണ്ടതുണ്ട്. ഒരു കല്യാണം വന്നു, സൽക്കാരം വന്നു, വീട്ടിക്കുള്ളിൽ വന്നു, നമ്മളൊന്ന് ശുഗില്ലായി, തിരക്കിലായി, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇനി ഇന്നത്തെ സമയത്ത് ഫജ്റിന്റെ അവസ്ഥ എന്താണ്? കൃത്യസമയം നിസ്കരിക്കണം. രണ്ടാമത്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകമായ ശുഷ്കാന്തി കാണിക്കണം. അതിന് നമ്മുടെ അവസ്ഥ എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സറഹു അൻ യൽഖല്ലാഹു ഗദൻ മുസ്ലിമൻ. നാളെ മുസ്ലിമായി കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹാഫിദു അലാ ഹൗലാഇ സലവാതി ഹൈസു യുനാദ ബിഹി ഫഇന്ന അല്ലാഹ ശറഅ ലിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഖുദാ വഇന്നകുന്ന മിൻ സുനനിൽ ഖുദാ വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതി ലതറക്കും സുന്നത്ത നബിയിക്കും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കാത്തു സൂക്ഷിക്കണം. ആ സുന്നത്തിൽപ്പെട്ടതാണ് ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യണം. അതെന്താണ്? ബാങ്ക് വിളിക്കുന്ന പള്ളികളിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിര് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. വലൗ തറക്തും സുന്നത്ത നബിയിക്കും ലളൽതും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ വഴിപിഴക്കുന്നതാണ്, വഴിപിടിച്ചു പോകുന്നതാണ്. വമാ മിൻ റജുലിൻ യതതഹറു ഫയുഹ്സിനു തഖൂറ സുമ്മ യഅമിദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദി. ഒരാൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ഉളുവെടുത്തു, എന്നിട്ട് അള്ളാഹുവിന്റെ പള്ളികളിൽ ഒന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ, അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോരോ നടത്തിപ്പിന്റെ പ്രകാരം, ഓരോ കാൽപ്പാടുകൾക്ക് പ്രകാരം അവൻ മായ്ച്ചു കളയുന്നതാണ്. യഹ്തുഹാ ഹസന, അവനക്ക് ഓരോ നന്മകൾ രേഖപ്പെടുത്തി വെക്കും. വയർഫഉ ബിഹാ ദറജ, അവനിലേക്ക് അവന്റെ അത് നിമിത്തം അവന്റെ പദവി അല്ലാഹു ഉയർത്തും. വയഹ്തു അൻഹു ബിയാ സയ്യ, അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയും. വലഖദ് റഅയ്തുനാ മാ യതഖല്ലിഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. അതെ, അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ, അറിയപ്പെട്ട കപടന്മാരല്ലാതെ ജമാഅത്ത് നിസ്കാരത്തിൽ വരാതിരിക്കുന്നത് നമ്മൾക്കാർക്കും അറിയുകയില്ല. അക്കാലത്തെ പറ്റി പറയാണ്, നമ്മുടെ അറിവിൽ അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ എല്ലാവരും ജമാഅത്തിന് വരുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. വലഖദ് കാന റജുലു യുഖ്താ ബിഹി യുഹാദാ ബൈന റജുലൈനി ഹത്താ യുഖാമ ഫി സഫ്. സുഖമില്ലാത്ത ആൾക്കാർ മറ്റ് രണ്ടാളുടെ തോളുകൾ കൈയിട്ടിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് അക്കാലത്ത് പതിവായിരുന്നു. എന്നാൽ ഇന്നിന്റെ അവസ്ഥ എന്താണ്? ഇന്നിന്റെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും കാരണം മതി നിസ്കാരം തന്നെ ഉപേക്ഷിക്കാൻ, ജമാഅത്ത് അവിടെ ഇരിക്കട്ടെ. എന്തെങ്കിലും ചെറിയൊരു അസുഖമുണ്ടായാൽ പിന്നെ അത് നിസ്കാരം ഉണ്ടാവുകയില്ല. എന്തെങ്കിലും മാനസികമായ ടെൻഷൻ ഉണ്ടായി, തിരക്കായി, ശുഗലായി, പ്രശ്നമായി, അന്ന് നിസ്കാരം ഉണ്ടാവുകയില്ല. സഹോദരന്മാരെ, സുഖമില്ലാത്ത ആൾക്കാർ മറ്റ് രണ്ടുപേരുടെ ചുമലുകളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ജമാഅത്ത് നിസ്കരിക്കുന്നവരായി നമ്മൾ കാണാറുണ്ടായിരുന്നു. അവരാരും ജമാഅത്ത് ഉപേക്ഷിക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അറിയപ്പെട്ട മുനാഫിക്കുകൾ മാത്രമാണ് ജമാഅത്തിൽ നിന്ന് പിന്തിച്ച് നിൽക്കാറുണ്ടായിരുന്നത് എന്ന് മഹാന്മാരെ സഹാബികൾ പറയുന്നുണ്ടെങ്കിൽ എത്ര ഗുരുതരമായ വിഷയമാണ് സഹോദരന്മാരെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അന്ന സആദത വൽ ഹുദാ ഫിൽ മുതബാഅത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗഭാഗ്യം എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റലാണ്. വഅന്ന വലാല വശഖാ ഫീ മുഖാലഫതിഹി, എല്ലാ ദുർമാർഗവും ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിര് പ്രവർത്തിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ഒരു ഇഷ്ടവുമില്ല, ഒരു സ്നേഹവുമില്ല. എന്നിട്ട് നമുക്കെപ്പോഴും ടെൻഷനാണ്, വിഷാദമാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് കാണിക്കുന്ന ആവേശമാണ് നമ്മുടെ സൗഭാഗ്യത്തിന്റെ ലക്ഷണമെന്നാണ്. എല്ലാ ദൗർഭാഗ്യത്തിന്റെ ലക്ഷണം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് എതിര് പ്രവർത്തിക്കലാണ് എന്ന് മഹാന്മാർ പറയുകയാണ്. അസൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, തഫഖദുൽ ഹലാവത ഫി സലാസ്, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മാധുര്യം ആസ്വദിക്കുക. ഒന്ന് നിസ്കാരത്തിലാണ്, വഫിൽ ഖുർആൻ മറ്റൊന്ന് ഖുർആനിലാണ്, വഫി സിക്രി മറ്റൊന്ന് സിക്രിലാണ്. അപ്പൊ നിസ്കാരത്തിന് എങ്ങനെയാണ് മാധുര്യം ഉണ്ടാകുന്നത്? അപ്പൊ നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അറിയണം. എന്തൊക്കെയാണ് സിക്രി ചൊല്ലുന്ന അറിയണം, അതിന്റെ അർത്ഥം അറിയണം. ആ അർത്ഥ ഗാംഭീര്യത്തിലൂടെ നിസ്കാരത്തിന്റെ പദങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് മാധുര്യമുണ്ട്. ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്, മാധുര്യമുണ്ട്. അതുപോലെ തന്നെ സിക്ർ, നമ്മുടെ നാവ് സിക്ർ കൊണ്ട് നനച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ മനസ്സിന് സമാധാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക, നമുക്ക് മനസ്സിന് ശാന്തതയുണ്ട്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്നതാണ്. വൈൻ വജത്തുമുഹാ ഫംദു വഅബ്ശിറു ഫഇൻ ലം തജിദുഹാ ഫഅലമു അന്നൽ ബാബ മുഗ്ലഖുൻ. അതെ, മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ അല്ലാതെ ഒരാൾ മാധുര്യം കണ്ടെത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞുകൊള്ളുക, അവന്റെ എല്ലാ വാതിലുകളും അത് മുഖേന കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഇതല്ലാത്ത മറ്റൊരു മാധുര്യം, ജീവിത സൗഖ്യം തേടാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറിയുക, ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന. സഹോദരന്മാരെ, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇബ്നു മുൻകതിർ റഹിമഹുല്ലാഹ്, ഇബ്നു മുൻകതിർ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുണ്ടായി, മാ ബാക്കിയ മിൻ ലിസാത്തി ദുനിയ ഇല്ലാ സലാസ, ഈ ദുനിയാവില് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആസ്വാദനങ്ങളിൽ നിന്നും ഒന്നും ബാക്കിയായിട്ടില്ല.
ഖിയാമുൽ ലൈൽ, ഒന്ന് തഹജ്ജുദ് നിസ്കാരം, രാത്രി നിസ്കാരം. വലിഖാഉൽ ഇഖ്വാൻ, തൻ്റെ സഹോദരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, ദീനി സുഹൃത്തുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. വസ്സലാത്തി ഫിൽ ജമാഅ, ജമാഅത്ത് നിസ്കാരമാണ്, ജമാഅത്ത് നിസ്കാരമാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത് വഅഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തുക. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ വെറുക്കപ്പെട്ട ലൈംഗിക ചുവയുള്ള മേച്ചമായി എന്തൊക്കെയുണ്ടോ അതിനൊക്കെ തൊട്ട് തടയുന്നു എന്നാണ്. എന്തൊക്കെ വൃത്തികേടുണ്ടോ അതിനൊക്കെ തൊട്ട് തടയുന്ന, പ്രതിരോധിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നിസ്കാരത്തിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വേണം. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സലാം, അവർക്ക് ശേഷം വന്നവർ അവർ നിസ്കാരം പാഴാക്കി കളഞ്ഞു. അവർക്ക് ശേഷം വന്നവർ വത്തബഉ ശഹ്വാത്ത്, അവർ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു. സ്വന്തം ഇച്ഛകൾ, താല്പര്യങ്ങൾ, സ്വാർത്ഥതകൾ, പൊങ്കച്ചങ്ങൾ അതിനെ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യ, തന്മാർഗം മാർഗഭ്രംശത്തിൽ അവർ അഭയം തേടുന്നതാണ്, മാർഗഭ്രംശം അവർ കണ്ടെത്തുന്നതാണ് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വലിയ പുണ്യമുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാമിൻ സലാസത്തി ഫീ ഖറിയത്തിൻ വലാ ബദ്ബിൻ ലാ തുഖാമു ഫീഹിം സലാ. ഒരു നാട്ടിൽ മൂന്നാളുണ്ട്, വെറും മൂന്നാൾ. എന്നിട്ട് അവർ അവിടെ ജമാഅത്ത് നിസ്കാരം സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ ശൈത്താൻ അവരെ അധീനപ്പെടുത്തുമെന്നാണ്. നിങ്ങൾ ജമാഅത്ത് മുറുകെ പിടിക്കണം. ഒറ്റപ്പെട്ടതിനെയാണ് ചെന്നായ തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പേരെന്നറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ട്, ലഖദ് ഹമംതു അന്ന ആമുറ ഫിതിയതി ഫയജ്മു ഹുസുമൻ മിൻ ഖതബിൻ. ഞാൻ ആലോചിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഉറ്റാലോചിച്ചു പോയി. ചെറുപ്പക്കാരെ വിളിച്ച് കുറച്ച് വിറക് ശേഖരിച്ചിട്ട് ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരുടെ വീടുകൾ കത്തിക്കാൻ പോലും ഞാൻ ആലോചിച്ചു പോയി എന്നാണ്. മറ്റൊരു കാരണവുമില്ല. രോഗം കൊണ്ട്, പ്രായാധിക്യം കൊണ്ട്, മറ്റു പല വിഷമതകൾ കൊണ്ട് ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരുണ്ടാവാം. അല്ലാത്ത പള്ളിയിൽ വരാതിരിക്കുന്ന കാരണങ്ങളൊന്നുമില്ലാതെ പള്ളിയിൽ വരാതിരിക്കുന്നവരുടെ വീട് കത്തിക്കാൻ വേണ്ടി പോലും ഞാൻ ആലോചിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നി കബീറും ലറീറും ശാസ്യുദ്ദാർ, ഞാൻ അന്ധനും വയോധികനും വീട് അകലെയുള്ളവരുമാണ്. വലൈസലി കായിദും യുലാവുമുനി, എനിക്കാകട്ടെ വഴി കാണിക്കാൻ വേണ്ടി ആരുമില്ല. ഫഹൽ തജിദുലി മിൻ റുഖ്സ, അല്ലാഹുവിന്റെ പ്രവാചകരെ ജമാഅത്തിന് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവ്, ഒരു റുഖ്സ, ഒരു ഇളവ് അത് എനിക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ തസ്മഉൻ നിദാ, താങ്കൾ ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ? താങ്കൾ ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ അജ്ദു ലക റുഖ്സ, എങ്കിൽ താങ്കൾക്ക് റുഖ്സയില്ല, താങ്കൾക്ക് ഇളവില്ല എന്ന. സഹോദരന്മാരെ, ബാങ്ക് വിളി കേൾക്കാത്ത നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ബാങ്ക് കേൾക്കുന്നവരാണ് നമ്മളെങ്കിൽ ഒരു റുഖ്സയും ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി നമുക്കില്ല എന്നർത്ഥം. ഏത് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുബഹിന്റെ സമയത്തൊക്കെ കഴിഞ്ഞാൽ പിറകോട്ടേക്ക് നോക്കുമെന്ന അഷായിദുൻ ഫുലാൻ, ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ? അഷായിദു ഫുലാൻ, ഇന്ന ആള് വന്നിട്ടുണ്ടോ? കാലൂല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരം. ഒന്ന് സുബഹിന്റെ നിസ്കാരം, രണ്ട് ഇശാഇന്റെ നിസ്കാരം. അവരെങ്ങാനും അതിന്റെ ഫളിൽ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിഴഞ്ഞുകൊണ്ടെങ്കിലും അതിലേക്ക് വരുമായിരുന്നു എന്നാണ്. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ന സലാത്ത റജുലി മാ റജുലി അസ്കാ മിൻ സലാത്തി വഹ്ദഹു, തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ രണ്ടാൾ കൂടി നിസ്കരിക്കുക എന്ന് പറയുന്നത് മഹത്തായ പുണ്യമുള്ള സംഗതിയാണ്. രണ്ടാൾ നിസ്കരിക്കുന്നു, അയാളുടെ കൂടെ മൂന്നാമത് കൂടിയാലോ അയാൾ രണ്ടാൾ നിസ്കരിച്ചതിനേക്കാൾ പുണ്യകർമ്മമായ കാര്യമാണ്.
ഇനി 3 ആളല്ല, കുറെ ആൾക്കാരുണ്ട്. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് സഹോദരന്മാരെ. അപ്പൊ ജമാഅത്തിന്റെ മഹത്വം അത്രമാത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹം പ്രഗത്ഭനായ സഹാബിയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകനാണ്. അദ്ദേഹം പറഞ്ഞ സംഗതിയുണ്ട്, കുന്നാ ഇദാ ഫഖദിന റജുലു ഫീ സലാത്തിൽ ഫജ്രി വൽ ഇശാ അസൈനാ ബിഹി വൻ. ഒരു വ്യക്തി സുബഹി നിസ്കാരത്തിൽ പള്ളി വരുന്നില്ല, അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിൽ പള്ളി വരുന്നില്ല എങ്കിൽ ആ വരാത്ത ആളെ കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുമായിരുന്നു. ഫജ്റിന് പള്ളിയിലില്ല, ചിലപ്പോൾ ലോറിനുണ്ട്, അസറിനുണ്ട്, മഗ്രിബിനുണ്ട്. കാരണം കൂടാതെ ഇശാക്കും ഫജ്റിനും പള്ളിയിൽ വരാത്തൊരു മനുഷ്യനാണെങ്കിൽ അയാളെ കുറിച്ച് ഞങ്ങൾ മോശം വിചാരിക്കുമായിരുന്നു എന്ന് സഹാബികളാണ് പറയുന്നത്. സഹോദരന്മാരെ, അനസ് ബിൻ മാലിക്, അദ്ദേഹം 99 വയസ്സ് വരെ ജീവിച്ച മഹാനായ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു തുസ്തർ യുദ്ധവേളയിൽ സലാത്തുൽ ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ, പിന്നീട് പ്രായം ഏറെ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് നഷ്ടപ്പെട്ട ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യമോർത്ത് കരിയുമായിരുന്നു എന്ന മഹാനായ സഹാബിയാണ്. അതുകൊണ്ട് തന്നെ സുബഹി അടക്കമുള്ള സകല ജമാഅത്തിലും പങ്കെടുക്കാൻ സത്യവിശ്വാസികളെ നമ്മൾ പ്രത്യേകം കാലത്ത് സഹാബികളാരും സുബഹിക്ക് ഇശാഇനും ജമാഅത്തിൽ വരാതിരുന്നിട്ടില്ല. സ്വീകരിക്കപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടല്ലാതെ അവർ ജമാഅത്ത് നിസ്കാരത്തിൽ വരാതിരുന്നുവെങ്കിൽ, സഹോദരന്മാരെ, ജമാഅത്ത് നിസ്കാരത്തിൽ വരാതിരുന്നവരെ കുറിച്ച് അവർ മോശം വിചാരിക്കുന്നുവെങ്കിൽ, നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിൽ മനഃപൂർവമായ കാരണങ്ങളില്ലാതെ വരാതിരിക്കുന്നുവെങ്കിൽ അവരെപ്പോലെ, അവർ അന്ന് ചിന്തിച്ചതുപോലെ കപടതയിൽപ്പെടാതെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അവരെപ്പറ്റി കപടന്മാരാണെന്ന് വിചാരിച്ചു. നമ്മൾ മനഃപൂർവമായ കാരണങ്ങളില്ലാതെ ജമാഅത്തിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ, അവർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുറ ജീവിതത്തിൽ കെട്ടിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ കാണാം, വലാ തജിൽ മുസീബത്തനാ ഫീ ദീനിനാ. അല്ലാഹുവേ, നമ്മുടെ ദീനിനെ ഒരു മുസീബത്തും നീ ഉണ്ടാക്കല്ലേ. നമുക്ക് ദീനുണ്ട്, ആ ദീനിൽ ഒരു മുസീബത്തും അല്ലാഹുവേ നീ ഉണ്ടാക്കല്ലേ. വലാ തജിൽ ദുനിയ അക്ബറ ഹമ്മിന. അല്ലാഹുവേ, ദുനിയാവിന്റെ ഏറ്റവും വലിയ കാര്യമാക്കി നീ മാറ്റി തീർക്കല്ലേ. ദുനിയാവ് തന്നെയാണ് ചിന്ത. രാത്രി ഉറങ്ങാൻ വേണ്ടി വൈകി, എപ്പോഴും വൈകുന്നു, 12:30 1 മണി. എന്താ കാരണം? ദുനിയാവിന്റെ തിരക്കുകളാണ്. എപ്പോഴും എഴുന്നേൽക്കുന്നു 7 മണി 8 മണി. എന്താ കാരണം? ദുനിയാവിന്റെ തിരക്കുകളാണ്. എപ്പോഴും നോക്കിയാലും ദുനിയാവിന്റെ ശുഗലുകൾ. ഒരു തരത്തിലുള്ള അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനോ മറ്റു കാര്യങ്ങൾക്കോ രീതിയിലുള്ള കാര്യത്തിൽ എൻ്റെ ദുനിയാവിനെ നീ ആക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. അബൂബക്കർ അയ്യാഷ് മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്കീൻ മുഹിബ്ബു ദുനിയ. അതേ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവൻ മിസ്കീനാണ്. യസ്കുതു മിൻഹു ദർഹമു ഫയദുല്ലു നഹാർ. എന്തെങ്കിലും അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരതും. ഇപ്പം നമുക്കൊരു 10,000 രൂപ നഷ്ടപ്പെടുന്ന വെച്ചോ, നമ്മൾ ഒരേ പരതലായിരിക്കും. ചിലപ്പോൾ അവിടെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിച്ച്, അല്ല മൊബൈൽ ഫോൺ നമ്മൾ നഷ്ടപ്പെട്ടു, അടിച്ചു പോകുമ്പോൾ കിട്ടുന്നില്ല, അവിടെ ചോദിച്ചു ഇവിടെ ചോദിച്ചു, ഒരേ അന്വേഷണമായിരിക്കും. എന്നാൽ ഓരോ സെക്കൻഡും മിനിറ്റും ദിവസവും മണിക്കൂറും അയാൾ നഷ്ടപ്പെടുത്തുന്നു. അയാൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാം. നമ്മുടെ സെക്കൻഡുകൾ നഷ്ടപ്പെടുത്തുക, നമ്മുടെ മിനിറ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ മണിക്കൂർ നഷ്ടപ്പെട്ടു പോവുകയാണ്. നാളെ ഈ റോഡിലൂടെ പാഞ്ഞു പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഏത് 4 ചക്ര വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് ദുരന്തമായി മരിക്കാനാണ് നമ്മുടെ വിധിയെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അപ്പൊ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നമ്മൾ നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരിക. സഹോദരന്മാർ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അവസാനിപ്പിക്കുക. വലിയ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളാണ്. ദ്വാരിക്കുന്ന സമയത്ത് പോലും മൊബൈൽ നോക്കുക.
നിസ്കരിക്കുന്ന നേരെ മുകളിൽ ജമാഅത്ത് നിൽക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടാകുക. നിസ്കാരത്തിൽ സലാം പറ്റിയ ഉടനെടുക്കും കീശയിൽ നിന്ന് മൊബൈൽ ഫോൺ. എല്ലാ സമയത്തും നമ്മുടെ മൊബൈൽ, ഒരാൾ ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നു, അടുത്ത് മൊബൈൽ ഉണ്ടാവും. ഓതിക്കൊടുക്കും, മൊബൈൽ നോക്കും, ഓതും നോക്കും. സഹോദരന്മാരെ, അല്ലാഹുവിനെ ഇഖ്ലാസാക്കിക്കൊണ്ടുള്ള അല്ലാത്ത ഇബാദത്തുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നു, പക്ഷെ അല്ലാഹുവിൻ്റെ അടുത്ത് അത് ഫലം ചെയ്യുന്ന സംഗതിയല്ല. അതുകൊണ്ട് ആദ്യമായി നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അനിയന്ത്രിതമായ നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗമാണ്. നമ്മുടെ ജീവിതം തള്ളി നീങ്ങിപ്പോകുകയാണ്. സെക്കൻഡുകൾ വിലപ്പെട്ടുള്ളതാണ്. സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായൊരു ജീവിതം നമ്മൾ കെട്ടിപ്പടുത്ത് ജമാഅത്ത് നിസ്കാരങ്ങൾക്കും നമ്മുടെ നിസ്കാരങ്ങൾക്കും ഒരു ശുഷ്കാന്തി കാണിക്കണമെന്ന് എല്ലാവരും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇന്നലെ ഇവിടെ റോഡിൽ വെച്ചിട്ട് ഒരു സഹോദരൻ വണ്ടി ആക്സിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ കാറ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറ് ആക്സിഡൻറ്റിൽപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദ്വായിരിക്കണമെന്ന ഇവിടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ചില പരിക്കുകളും പറ്റിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിയുന്നവരും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാരിക്കുക. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാഉ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കണം. തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കുക. എല്ലാവിധ നിഫാക്കുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ദീനീ കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പലിശ ഇടപാടുകളിൽ നിന്നും സംഗീതം, സിനിമ പോലുള്ള വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവെ, പെട്ടെന്നുണ്ടാക്കുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൽ വിശലമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വേദനസംഹാരി മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് വേദനസംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അല്ലാഹു, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. അല്ലാഹു, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.